ബി.ജെ.പി. നേതാവ് സി സദാനന്ദനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട CPIM പ്രവർത്തകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്ത MLA കെ ശൈലജയുടെ ന്യായീകരണത്തെ കീറിമുറിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വേണ്ടപ്പെട്ടവർ കാലുവെട്ടിയാലും കൈവെട്ടിയാലും അവരുടെ കൂടെയാണ് CPIM. എന്തൊരു പാർട്ടിയാണ് ഇത് എന്നാണ് സതീശന്റെ ചോദ്യം. ഒരാളുടെ കാലുവെട്ടിയ കേസിൽ 30 വർഷത്തിന് ശേഷം സുപ്രീം കോടതി അപ്പീൽ തള്ളി പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ സമുന്നതയായ നേതാവിന്റെ സാന്നിധ്യത്തിൽ CPIM യാത്രയയപ്പ് നൽകിയത് പ്രതിഷേധാർഹമാണെന്നും സതീശൻ പറയുകയാണ്. കെ ശൈലജ ഒരു അധ്യാപിക കൂടിയായിരുന്നു. ഇതിലൂടെ CPIM എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? വേണ്ടപ്പെട്ട ആളുകൾ കാലുവെട്ടിയാലും തലവെട്ടിയാലും അവർക്കൊപ്പമാണെന്നാണ് കെ ശൈലജ സമ്മതിച്ചിരിക്കുന്നത്. അവർ പഠിപ്പിച്ച കുട്ടികളെ ഓർത്താണ് സങ്കടം വരുന്നത്. ഇവരൊക്കെയാണല്ലോ കുട്ടികളെ പഠിപ്പിച്ചത്. ഒരു അധ്യാപിക എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും അവർ ഒരിക്കലും അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നും പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജയിലിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണെന്നും സതീശൻ പറയുന്നുണ്ട്. കോടതിയിൽ നിന്നും പുറത്തു വരുമ്പോൾ ഭക്ഷണവും മദ്യവും നൽകുകയാണ്. ജയിലിൽ ഒരു എയർ കണ്ടീഷന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ജയിലിൽ ഭക്ഷണത്തിന്റെ മെനു തീരുമാനിക്കുന്നത് പ്രതികളാണെന്നും സതീശൻ വെളിപ്പെടുത്തുകയാണ്. TP കേസിലെ ഗൂഢാലോചന വിവരങ്ങൾ പുറത്തു പറയുമെന്ന് പറഞ്ഞ പ്രതികൾ CPIM നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അവർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ പ്രതികൾ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുക്കുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് പുറത്തുനിന്നുള്ളവർക്കാണ് ബുദ്ധിമുട്ട്. ഗോവിന്ദച്ചാമി ഉൾപ്പെടെ ജയിലിലുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണെന്നും സതീശൻ വിമർശിച്ചു. കൂടാതെ പൊതുമരാമത്ത് അമരത്തിരിക്കുന്ന റിയാസിനും കൊടുക്കേണ്ട കീറ് സതീശൻ നന്നായി തന്നെ കൊടുത്തു. ചെങ്ങന്നൂരിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന പാലം തകർന്നു വീണതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഏറ്റെടുക്കണമെന്നാണ് സതീശൻ പറയുന്നത്. കൂടാതെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് കേക്കുമായി അരമനയിൽ വരുന്നതെന്നും അവരെ സൂക്ഷിക്കണമെന്നും 2023 ക്രിസ്മസ് കാലത്ത് ഞങ്ങളിത് പറഞ്ഞതാണെന്നും സതീശൻ പറയുകയാണ്. ഇപ്പോൾ അത് ബോധ്യപ്പെട്ടു എന്നും സതീശൻ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ഇപ്പോൾ നടക്കുന്നത്. BJP-ക്കാർ ഇടപെട്ടിട്ടില്ല. കോടതിയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയത്. കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടിട്ടില്ല എന്നത് തെറ്റായ പ്രചാരണമാണെന്നും അദ്ദേഹം പറയുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. പിന്നെന്താണ് അതാണ് അതായത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വേണ്ടപ്പെട്ട ആളുകൾ കാല് വെട്ടിയാലും തല വെട്ടിയാലും കൈ വെട്ടിയെടുത്താലും അവരുടെ കൂടെയാണ്. എന്തൊരു പാർട്ടിയാണ്? അവരുടെ കൂടെയാണ്. അവർ സമ്മതിച്ചത് അത്രയേ ഉള്ളൂ. വാചകം മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയണ പോലെ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അവരെ പറ്റി. അവരാരാണെന്നാണ് എക്സ്പോസ്ഡ് ആയത്. അവരുടെ പാർട്ടിയും. എനിക്ക് ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാണ് സങ്കടം വരുന്നത്. ഇവരൊക്കെയാണല്ലോ പഠിപ്പിച്ചത് കുട്ടികളെ. തീർച്ചയായിട്ടും അവരൊരു അധ്യാപിക എന്നുള്ള നിലയിൽ ഒരിക്കലും പോകാൻ പാടില്ല. ഒരു ജനപ്രതിനിധി പോകാൻ പാടില്ല. ഒരാളുടെ കാല് വെട്ടിയ കേസാണ്. ആരുടെങ്കിലും ആകട്ടെ പ്രതികൾ ജയിലിൽ പോകുമ്പോൾ സങ്കടത്തിൽ യാത്രയൊക്കെ ആയിട്ട് ദുബായിക്ക് ജോലിക്ക് പോകണമല്ലേ? ഞങ്ങളാരും ഇതിൻ്റെ തർക്കത്തിന് പോയില്ലല്ലേ. ഇത് നോക്കിയിരിക്കുക. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി ചതിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? വന്നില്ല, ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് മറ്റേ വന്നില്ലല്ലോ. അതുപോലെ മോഹൻലാൽ വന്നില്ലല്ലോ, ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ വന്നില്ലല്ലോ. അല്ല, മോഹൻലാൽ വരുമെന്നാണല്ലോ പറഞ്ഞത്. മോഹൻലാൽ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. മോഹൻലാൽ ചതിച്ചാശാന് അല്ലല്ല, വരാമെന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. നിങ്ങൾ നോക്കിക്കോണേ. പടത്തിലെ നായകൻ മമ്മൂട്ടിയാണ് പറയുന്നത്. മോഹൻലാൽ വരാമെന്ന് പറഞ്ഞ് ചതിച്ചാശാന്, മെസ്സി ചതിച്ചാശാന് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ടാണല്ലോ പകരം കൃഷ്ണൻകുട്ടി നായർ വരുന്നത്. ഓർമ്മയില്ല? സംഘടനാപരമായ കാര്യങ്ങളെല്ലാം KPCC പ്രസിഡന്റ് സംസാരിക്കുള്ളൂ. ഞാൻ സംസാരിക്കാനില്ല. എനിക്ക് പറയാൻ പാടില്ല. KPCC പ്രസിഡന്റ് പറയും. തെറ്റായ വാർത്തകളാണ്, എല്ലാം തെറ്റായ വാർത്തകളാണ്. കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരനൈക്യമില്ല. എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ MP മാരെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ വന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൂടിയാലോചന നടത്തിയാൽ പോരെ?
എം പിമാരെല്ലാവരും ഇവിടെ ഇനി കുറേ ദിവസം പാർലമെൻറ്റ് നീണ്ടു നിൽക്കും. അവർ വീക്കെൻഡിൽ വരുമ്പോൾ ശനി ഞായറുമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് മണ്ഡലത്തിലൊക്കെ ഭയങ്കര തിരക്കാണ്. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് KPC പ്രസിഡന്റും CLP ലീഡറും ഡൽഹിയിലേക്ക് വന്നത്. അവരിവിടെ സമ്മേളനം നടക്കുന്നു. അവരായിട്ട് സംസാരിച്ച് തുടങ്ങിയല്ലേ ഞങ്ങൾ. ഇവരെ അതൃപ്തിയല്ലേ? അല്ല, ഞാൻ അതൊക്കെ KPC പ്രസിഡന്റ് പറയും. ലിസ്റ്റാകുമ്പോൾ നിങ്ങൾ ആദ്യം അറിയിക്കും. നിങ്ങൾക്ക് രാവിലെ നിന്ന് ഈ വാർത്ത നോക്കിയെടുക്കുക. ഈ കോൺഗ്രസിൻ്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഇങ്ങനെ നിങ്ങൾ നടക്കല്ലേ? നിങ്ങളിങ്ങനെ നടക്കല്ലേ? ഒരാൾ വന്നില്ല, ആൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ട്, ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ സമയം കൊടുത്ത് ഓരോരുത്തരെ വരുത്തിക്കൊണ്ടിരിക്കുന്നല്ലേ? എന്തിനാ ഇങ്ങനത്തെ വാർത്ത? എന്നിട്ട് ഇത് ബിഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത് കോൺഗ്രസിൽ അനൈക്യം, MP വന്നില്ല, വേറൊരു MP വന്നില്ല. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. ഈ കോൺഗ്രസിൽ നിന്നേ നിങ്ങൾക്ക് കോൺഗ്രസിൽ നിന്നേ വാർത്തയുള്ളൂ. രാവിലെ ഞങ്ങൾ തന്നെ അന്തം വിടും ചില വാർത്ത കാണുമ്പോൾ. ചിലപ്പോൾ ചിരി വരും. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി ഒന്നും പോലും, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. അത് നിങ്ങളാരെങ്കിലും ആരോടെങ്കിലും സംസാരിച്ചായിരിക്കും. ഞാൻ പറയില്ല, സംഘടനാപരമായ ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല. KPC പ്രസിഡന്റ് ഞങ്ങളൊരു പ്രോസസ്സിലല്ലേ, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളോട് പറയും. വളരെ മോശമായിപ്പോയി. KPCC പ്രസിഡന്റ്, മുൻ KPCC പ്രസിഡന്റ് ഇവിടെ വന്ന് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനോട് മുറിയിൽ കയറി സംസാരിച്ച് പുറത്തുനിന്ന് കേട്ടത് വളരെ മോശമായിപ്പോയി. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നത് പറഞ്ഞല്ലേ? എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആകുമ്പോൾ തുറന്നു പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ ഓർത്ത് പുറത്തുനിന്ന് കേട്ടാണ്. ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സോറി. ഞാൻ പറഞ്ഞ പിൻവലിച്ചു. ഞാൻ ഓർത്ത് ഇത് പറഞ്ഞ ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പിൻവലിച്ചു. പറഞ്ഞു അങ്ങേ പറഞ്ഞത് ഞാൻ പിൻവലിച്ചു. ഞാൻ പറയാൻ പാടില്ല, തമാശയായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തലകുത്തി നിന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് സംഘടനാപരമായൊരു സാധനം കിട്ടിയിട്ട് അതിൽ നിന്നൊരു വാർത്ത കിട്ടിയില്ല. ഞാൻ വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. എല്ലാ കാര്യവും നിങ്ങളോട് പറയാൻ പറ്റും. അതെ, ഞങ്ങൾ പ്രോസസ്സ് എന്ന് വെച്ചാൽ പഴയ കാലത്തെ പോലത്തെ ഒന്നുമല്ല പ്രോസസ്സ്. ആ പ്രോസസ്സ് ഏറ്റവും നല്ല ഒരു ടീം ഇപ്പോൾ വന്നില്ലേ, നല്ലൊരു ടീം വന്നില്ലേ, ഇപ്പോൾ നല്ലൊരു ടീം വന്നില്ലേ, KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കമുള്ള നല്ലൊരു ടീം വന്നല്ലേ. നല്ലൊരു ടീം വന്നു. അതുപോലെ അവർക്ക് ശക്തി കൊടുക്കുന്ന നല്ലൊരു ടീം വരും, അത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും ഞാൻ പറയില്ല. അല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, നമ്മളത് പൂർത്തിയായിട്ടില്ലല്ലോ. അതൊക്കെ എല്ലാം KPCC പ്രസിഡന്റ് പറയും. അത് പറയാം. നിങ്ങളോട് ആരെങ്കിലും ഡെഡ് ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഓരോ വാർത്ത കൊടുക്കും, 10-ാം തീയതിക്ക് മുമ്പ് തീരുമാനം ഉണ്ടാവും. എന്നിട്ട് നമ്മളോട് വന്ന് ചോദിക്കുക 10-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാവുക. ഭയങ്കര സാധനം ഉണ്ടാവും. സാമാന്യ ബോധമുള്ള ഒരാളും പോവില്ല. എല്ലാവർക്കും അറിയാം, രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരായി ആക്രമണങ്ങൾ നടക്കുകയാണ്. രാജ്യത്തുടനീളം 834-ാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനുള്ളിൽ നടന്നത്. രാജ്യത്തെ എല്ലായിടത്തും നടക്കുകയാണ്. ഒരുപാട് പേര് ജയിലിലാണ്. ഒരുപാട് വൈദികർ, ഒരുപാട് പാസ്റ്റർമാർ, ഒരുപാട് ക്രൈസ്തവരൊക്കെ ജയിലുകളിലാണ്. ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്തുകയാണ്. ആട്ടിൻതോലിട്ട ചെന്നായികളാണ് കേക്കുമായി വരുന്നതെന്ന് 2023 ഡിസംബറിൽ ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞു. ആട്ടിൻതോലിട്ട ചെന്നായികൾ അരമനകൾ കയറി ഇറങ്ങി കേക്കുമായി വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ. 2023 ഡിസംബറിൽ പറഞ്ഞാണ്, ഞാൻ തന്നെ പറഞ്ഞതാണ്. ബോധ്യപ്പെട്ടല്ലോ. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വരുമ്പോൾ ഒരു ഷോ, എന്നിട്ടിപ്പോൾ ഇവരെ ഇടപെട്ടിട്ടാണ് ജാമ്യം കൊടുക്കുന്നത്. കോടതിയാണ് ജാമ്യം കൊടുത്തത്. ഛത്തീസ്ഗഡിൻ്റെ പ്രോസിക്യൂഷനും ബജരംഗദളിൻ്റെ വക്കീലും ശക്തിയായി എതിർത്തിട്ടും ഒരു കേസും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് കോടതിയാണ് കൊടുത്തത്. ആ കേസ് പിൻവലിക്കണം. അതിനുള്ള നടപടികൾ കോടതികൾ ചെയ്യണം. അത് ക്വാഷ് ചെയ്യാനുള്ള നിയമപരമായ നടപടികൾക്ക് ഞങ്ങൾ എല്ലാ പിന്തുണയും കൊടുക്കും. ഭൂപേഷ് ബാഗലിൻ്റെ കാലത്തൊന്നുമല്ല ഇത് കൊണ്ടുവന്നത്. ഛത്തീസ്ഗഡിലെ നേതാക്കൾ ആരും ഇടപെട്ടില്ല എന്ന് പറഞ്ഞ തെറ്റായ പ്രചരണമാണ്. ആദ്യത്തെ MP മാരുടെ ഡെലിഗേഷൻ പോയപ്പോൾ
അവർക്ക് ജയിലിൽ അനുമതി നിഷേധിച്ചപ്പോൾ അവരുടെ കൂടെ പോയ ആളാണ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ. ജയിലിൽ പോയി കന്യാസിമാരെ ഭൂപേഷ് ബാഗൽ കണ്ടു. ഒന്ന്, അദ്ദേഹം ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഫോണിൽ സംസാരിച്ചിരുന്നു. അവിടുത്തെ അതിശക്തമായി അവിടുത്തെ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഈ BJPക്കാർ ഒഴിച്ച് അതെല്ലാം കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കൽ ഉൾപ്പെടെ ആ കോലം പോലീസ് പിടിച്ചു വാങ്ങിയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അവിടെ വനിതകൾ അവിടെ സമരം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി മാത്രമല്ല, അവിടുത്തെ PCC പ്രസിഡന്റ്, അവിടുത്തെ ചാർജുള്ള AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ പാർട്ടി നേതാക്കന്മാരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായങ്ങളും കൊടുക്കാനുണ്ടായിരുന്നു. ശ്രീ റോജി M. ജോണും സജീവ് ജോസഫും അവിടെ ക്യാമ്പ് ചെയ്ത് നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചത് റോജി M. ജോൺ MLA ആണ്. അവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് അവിടുത്തെ പാർട്ടി നേതൃത്വമാണ്. ഇവരിത് കാരണം ഇതൊക്കെ ഒന്നും പറയാനില്ലല്ലോ. പെട്ടുപോയി, കള്ളത്തരം പൊളിഞ്ഞു പോയല്ലോ, കാപട്യം പുറത്തു വന്നല്ലോ, അത് വരുമല്ലോ. ബാക്കി പുറത്ത് കാണിക്കുന്നതല്ല കേരളത്തിൽ കാണിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. നേരത്തെ മനസ്സിലായതാണ്, കുറച്ച് പേർ കൂടി മനസ്സിലാകാണ്ടായിരുന്നു. അതിപ്പോൾ മനസ്സിലാകത്തേ ഉള്ളൂ.